ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദനയോ അല്ലെങ്കിൽ കാലിൻ്റെ അടി ഉപ്പൂറ്റി വേദനയോ കാഫ് മസിൽ ടൈറ്റ് ആവുന്നതോ അല്ലെങ്കിൽ ഹാംസ്ട്രിങ് മസിൽ ടൈറ്റ് ആവുന്നതോ അല്ലെങ്കിൽ ബാക്കിന്റെ ഒരു സൈഡിലുള്ള വേദനയോ ഇത് ഏതെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ട്രീറ്റ്മെന്റ് എടുത്തിട്ടും മെഡിസിൻ കഴിച്ചിട്ടൊന്നും പെർമനന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കാഫ് മസിലാവാം. ഈ കാഫ് മസിൽ റിലീസ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ബാത്ത് ടവൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഈ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നല്ല സ്റ്റിഫ്നെസ് ഉള്ള ഏരിയയിൽ ടവൽ ഇങ്ങനെ വെക്കുക. ആ പ്രഷർ അത് ഹോൾഡ് ചെയ്യുക. വേദനയുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കി ഈ പൊസിഷൻ ടവൽ വെച്ച് ഒരു 3 മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഒരു കാല് ചെയ്തതിന് ശേഷം മറ്റേ കാല് ചെയ്താൽ മതി. കാഫിന് വേണ്ടി ഒരു പ്രത്യേക സ്ട്രെച്ച് ഈ പൊസിഷനിൽ തന്നെ ചെയ്യാം. നമ്മൾ ഒരു ടവൽ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ച് നമ്മളുടെ കൈ കൊണ്ട് നല്ല പോലെ ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ കാഫിന്റെ മസിൽ നല്ല പോലെ സ്ട്രെച്ച് ആവും. അതുപോലെ ഹാംസ്ട്രിങ്ങിന് നല്ല സ്ട്രെച്ച് കിട്ടും. ഇനി ഇതൊരു 5 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചും നല്ലപോലെ ഇത് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം അപ്പ് ഡൗൺ ചെയ്ത് കഴിയുക. 2 കാലിലും ചെയ്യുക. താഴോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് സഹായിക്കും. ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ പോസ്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ മുകൾ ഭാഗത്ത് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. നിങ്ങളെ ഇടുപ്പ് തൊട്ട് കാലിന്റെ പൊസിഷൻ അടക്കം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ബാധിക്കുന്നുണ്ട്. കാലിന്റെ അടിയിൽ നിന്നുള്ള ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ കാഫ് മസിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് ഹാർട്ട് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ നമ്മൾ മസിലായിട്ടും ബോണായിട്ടും ലിഗമെന്റ്, ടെൻഡൻ ഇങ്ങനെ ഓർഗൻസ് എല്ലാം സെപ്പറേറ്റ് ആയി പഠിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ഫേഷ്യ എന്ന സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പലരും പറയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരം ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അതായത് ഒരു കാറിന്റെ പോലെയോ ഫ്രണ്ട് ടയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ടയറോ ആ ഭാഗം മാത്രം മാറ്റി കഴിഞ്ഞാൽ ശരിയായി ഓടാവുന്ന ഒന്നല്ല. നിങ്ങളുടെ തലവേദനയോ കഴുത്ത് വേദനയോ പുറം വേദനയോ ചിലപ്പോൾ അതിന്റെ കാരണം കാലിൽ നിന്ന് തുടങ്ങുന്നതാവാം. കംപ്ലീറ്റ് ആയിട്ട് ബോഡീനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ക്രോണിക് പെയിൻ കുറച്ചുകൂടി നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക.